ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, പോവാം നെക്സ്റ്റ് പഠിക്കാം. ദാറ്റ് ഈസ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. എന്താടാ ഫോട്ടോലിറ്റിക്? ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലേ? സോ നമ്മൾ ഇനി പഠിക്കുന്നത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയാണ് ലൈറ്റിന്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡീകമ്പോസിഷനെയാണ് നമ്മൾ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയാം. ആൻഡ് നമ്മളെല്ലാം 2 gram സിൽവർ ക്ലോറൈഡ് എടുക്കുക. സിൽവർ എന്താ? AG അല്ലേ? AG അല്ലേ സിൽവർ? അർജന്റം എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ സിൽവർ, AG എന്ന് പറയുന്നത്. സിൽവർ ക്ലോറൈഡ് എടുക്കുക. അതിന്റെ കളർ COLOUR അല്ലെ? അതിന്റെ കളർ നിങ്ങളോട് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. സിൽവർ ക്ലോറൈഡിന്റെ കളർ എന്താവും? സിൽവർ ക്ലോറൈഡിന്റെ കളർ എന്താടാ? വൈറ്റ് കളർ ആണ്. വൈറ്റ് കളർ ആണ്. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഇത് ലൈറ്റിന്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ നമ്മൾ എടുത്ത ബോയിലർ ട്യൂബിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്യല്ലേ ചെയ്തത്. ഇവിടെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കണം? സൺലൈറ്റിൽ കൊണ്ടുപോയിട്ട് വെക്കണം. ലൈറ്റ് അടിക്കുമ്പം എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ ഈ റിയാക്ടൻസിന് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ 2 gram ഓഫ് സിൽവർ ക്ലോറൈഡ് എടുത്തിട്ട് നമ്മൾ ചൈന ഡിഷിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൺലൈറ്റിൽ കൊണ്ടുപോയിട്ട് വെക്കും. കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ട് സൺലൈറ്റ്. അപ്പം ശരിക്കും എന്താ നമ്മൾ സൺലൈറ്റ് അടിച്ചാൽ എന്താ സംഭവിക്കുക? ടാൻ വരും അല്ലെ? നമ്മളിപ്പോ ഞാൻ വെള്ളയാണെങ്കിൽ എന്ത് ചെയ്യും? ടാൻ വരും, എല്ലാവർക്കും ടാൻ വരും. സോ എന്താണ്? ഒരു ഡാർക്ക് കളർ ആവും അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിൽവർ ക്ലോറൈഡ് വൈറ്റ് സിൽവർ ക്ലോറൈഡ് എന്തായിട്ട് മാറും? ഗ്രേ കളറായിട്ട് മാറും. സിൽവർ ക്ലോറൈഡിനെ സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്തുകൊണ്ടാ ഡീകമ്പോസിഷൻ നടക്കുന്ന? സിൽവർ ക്ലോറൈഡ് എന്തായിട്ട് മാറും? സിൽവർ കിട്ടും. നമുക്ക് സിൽവർ ക്ലോറൈഡിനെ ഡീകമ്പോസ് ചെയ്താൽ സിൽവർ കിട്ടും. സിൽവറും ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യും? സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യും ലൈറ്റിൽ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ എന്തായിട്ട് മാറും? ഒരു ഗ്രേ കളറായിട്ട് കുറച്ച് കളർ എന്താവും? ഡൾ ആവും. ഓക്കെ. സോ ഇവിടുത്തെ റിയാക്ഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലെ? 2 സിൽവർ ഉണ്ട്, 2 സിൽവർ LHSലുണ്ട്, 2 സിൽവർ RHSലുണ്ട്, 2 ക്ലോറിൻ ഉണ്ട്, ആൻഡ് ഓൾസോ RHSലും 2 ക്ലോറിൻ ഉണ്ട് അല്ലെ? സോ നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. സോ സിൽവർ ക്ലോറൈഡ് AgCl ആണ്. AgCl2 എന്നൊന്നും എഴുതരുത്, ബാലൻസ് കറക്റ്റ് ആവണമെങ്കിൽ AgCl ആണ്. AgCl Agയും സിൽവറും ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യും. ദാറ്റ് ഈസ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ നടക്കും. ആൻഡ് സിൽവർ ബ്രോമൈഡിനും ക്ലോറിനും ബ്രോമിനും ഒക്കെ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ നോക്കിയിട്ടില്ലേ? ക്ലോറിനും ബ്രോമിനും ഒക്കെ എന്താണ്? ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് അല്ലെ? സോ സിൽവർ ക്ലോറൈഡിന്റെ അതേ സ്വഭാവം ആരും കാണിക്കും? സിൽവർ ബ്രോമൈഡും കാണിക്കും. ഓക്കെ. ആൻഡ് സിൽവർ ബ്രോമൈഡും സെയിം വേയിലാണ്. അപ്പം Cl ഉള്ളിടത്തിൽ Br ഇട്ടാൽ മതി. അപ്പൊ സെയിം റിയാക്ഷൻ ആണ്. 2AgBr ഗേവ്സ് എന്തില്? ലൈറ്റിലാണ് അല്ലെ? ലൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സൺലൈറ്റ് അല്ലേ? സൺലൈറ്റ് 2Ag plus Br2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു എലമെന്റ്സ് ആണ്. ഓക്കെ, യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. പിന്നെ അതാണ് അതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ലൈറ്റ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഫോട്ടോ ഡീകമ്പോസിഷൻ ഓർ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഫോട്ടോ ഡീകമ്പോസിഷൻ എന്നും പറയും, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാം. പേടിയാവുന്നുണ്ടോ ചിത്രം കാണുമ്പം? നെക്സ്റ്റ് ഇസ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ, ഇലക്ട്രോ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിസിറ്റി, അതാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഡീകമ്പോസിഷൻ നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ എന്തൊക്കെ അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത്? ആ ഒരു മഗ് എടുത്തിട്ടുണ്ട് അല്ലെ? മഗ് എടുത്തിട്ടുണ്ട്, അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മഗ്ഗിന് ഇതിനകത്ത് വെള്ളം ഉണ്ട് അല്ലെ? വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഗ്രാഫൈറ്റ് റോഡ്, 2 ഗ്രാഫൈറ്റ് റോഡ് വെച്ചിട്ടുണ്ട്. ഇതും ഗ്രാഫൈറ്റ് റോഡാണ്.
ഗ്രാഫൈറ്റ് റോഡാണ്. പിന്നെ എന്താ നിങ്ങൾ കാണുന്നത്, ഈ രണ്ട് ഇതും കൂടെ താഴെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മളൊരു 6 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഇവിടെ 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ ഗ്രാഫൈറ്റ് റോഡിന്റെ മുകളിൽ നിങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബ് കാണുന്നുണ്ടോടാ? രണ്ടിടത്തും ടെസ്റ്റ് ട്യൂബ് ഉണ്ട് അല്ലേ. ഈ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് എന്താ കാണുന്നത്? വാട്ടർ ഉണ്ട് അല്ലേ. ടെസ്റ്റ് ട്യൂബിന്റെ അകത്തും വാട്ടർ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കാണുന്നത്? ഒരു പ്ലാസ്റ്റിക് മഗ് ഉണ്ട് അല്ലേ. ഒരു പ്ലാസ്റ്റിക് മഗ് ഉണ്ട്. ആൻഡ് എന്തുണ്ട്? പ്ലാസ്റ്റിക് മഗിന്റെ അകത്ത് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമാണ് അല്ലെ, ഇത് വാട്ടർ ആണ്. ആൻഡ് താഴെ നമ്മൾ ഒരു ഗ്യാപ്പ് ഹോൾ ഉണ്ടാക്കിയിട്ട്, 2 ഹോൾ ഉണ്ടാക്കിയിട്ട് 2 ഗ്രാഫൈറ്റ് റോഡ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഗ്രാഫൈറ്റ് റോഡിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റ് ട്യൂബ് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിനകത്തും വെള്ളമുണ്ട്. ഇതിനകത്ത് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നുണ്ട് ഇടാ കുറച്ച്. ആൻഡ് ഇതിന് 2 എൻഡും കൂടെ നമ്മൾ ഒരു 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇലക്ട്രോലിസിസ് നടത്താനുള്ളൊരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇലക്ട്രിസിറ്റിന്റെ ഹെൽപ്പോട് കൂടി ഡീകമ്പോസിഷൻ നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ ആണ് ഞാൻ പറയാം. ടേക്ക് എ പ്ലാസ്റ്റിക് മഗ്. നമ്മളൊരു പ്ലാസ്റ്റിക് മഗ് എടുത്തു, അതിനകത്ത് ഡ്രില്ല് ചെയ്യുക, 2 ഹോൾസ് ഇടുക. ബേസിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് 2 ഹോൾ ഇട്ടിട്ടുണ്ട് അല്ലെ. ഡ്രില്ല് ചെയ്യുക, ഡ്രിൽ 2 holes its base and fit rubber stoppers in these holes. നമ്മൾ അവിടെ റബ്ബർ സ്റ്റോപ്പേഴ്സ് ഇടണം. ഇൻസേർട്ട് കാർബൺ ഇലക്ട്രോഡ്സ് ഇൻ ദീസ് റബ്ബർ സ്റ്റോപ്പേഴ്സ്. നമ്മളിവിടെ 2 കാർബൺ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ് വെച്ചിട്ടുണ്ട് അല്ലെ. ഇതാണ് റബ്ബർ സ്റ്റോപ്പേഴ്സ് കേട്ടോ. എന്നിട്ട് നമ്മൾ കാർബൺ ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട് ഈ റബ്ബർ സ്റ്റോപ്പേഴ്സിന്റെ അവിടെ. എന്നിട്ട് ഇലക്ട്രോഡ്സിനെ ഒരു 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് നമ്മൾ മഗിന്റെ അകത്ത് വാട്ടർ ആഡ് ചെയ്യണം. എന്നിട്ട് ഇലക്ട്രോഡ്സ് അതിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയിട്ട് വെക്കണം. ഈ വെള്ളത്തിന്റെ ലെവലിൽ ഇലക്ട്രോഡ്സ് ഇമ്മേഴ്സ്ഡ് ആയിട്ട് വെക്കണം. ഓക്കെ. കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വെള്ളത്തിന്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് 2 ടെസ്റ്റ് ട്യൂബും ഫിൽഡ് വിത്ത് വാട്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോഡിന്റെ മുകളിൽ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അല്ലെ, ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുക. കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം അപ്പാരറ്റസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ വെക്കുക. കറണ്ട് സപ്ലൈ കൊടുത്തോണ്ടിരിക്കുക. കുറച്ച് സമയം നമ്മളൊന്നും ചെയ്ത് അവിടെ ഇലക്ട്രോളിസിസ് നടക്കണം അല്ലെ, നമ്മൾ അവിടെ സമയം കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമടാ? ബബിൾസ് വരുന്നത് കാണാൻ പറ്റും. At both the electrodes, these bubbles എന്ത് ചെയ്യും? Displace water in the test tubes. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ബബിൾസ് ഫിഗറിൽ കാണുന്നുണ്ടോടാ? 2 സ്ഥലത്തുനിന്ന് എന്ത് വരുന്നുണ്ട്? ഇതാ ഇവിടെ ബബിളായിട്ട് ബബിൾസ് വരുന്നുണ്ട് അല്ലെ. സോ ബബിൾസ് വരുന്നുണ്ട്. ഇങ്ങനെ ബബിൾസ് വരുന്നത് എന്തായിരിക്കും? ഏത് ഗ്യാസ് ആയിരിക്കും? വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോളിസിസ് നടന്നിട്ട് വരുന്നുണ്ടാവുക ബബിൾസ് വരുന്നത്. അപ്പം ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, അവിടെ നമുക്ക് ഓക്സിജനെ കിട്ടും. കാഥോഡില് നെഗറ്റീവ് ചാർജ് ആണ്, നമുക്ക് അവിടെ ഹൈഡ്രജനെയും കിട്ടും. ഓക്കെ, ആനോഡ് പോസിറ്റീവ് ചാർജ് ആണ്, ഓക്സിജനെയും ഹൈഡ്രജനെയും കിട്ടും അല്ലെ. ഇതാ ഇവിടെ വരുന്ന ബബിൾസ് ഓക്സിജൻ ആണ്, ആൻഡ് ഇവിടെ വരുന്ന ഗ്യാസസ് ഹൈഡ്രജൻ. രണ്ട് സൈഡിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ബബിൾസ് വരുന്നുണ്ട്. അവിടെ ഇലക്ട്രോലിസിസ് നടന്നിട്ടുണ്ട്. വാട്ടർ അവിടെ എന്താവാണ്? വാട്ടറിലല്ലേ ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത്. അപ്പം വാട്ടർ അവിടെ സ്പ്ലിറ്റ് ആവാണ് അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട്. വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് എന്താവാണ്? വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ആണ് അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ എന്ത് ചെയ്യാ? ഡീകമ്പോസ് ചെയ്യാണ് അല്ലെ. ഇൻ പ്രസൻസ് ഓഫ് എന്തിലടാ? ഇലക്ട്രിസിറ്റി അല്ലേടാ അവിടെ കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസിൽ എന്താവാണ്? ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ഡീകമ്പോസ് ചെയ്തിട്ട് എന്താവാണ്? ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ആയിട്ട് മാറുക. നമ്മളിവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് അല്ലെ കാണുന്നത്. 2H2O gives 2H2 plus O2 ആയിട്ട് എന്ത് ചെയ്യാണ്? അത് ഡിസോസിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യാണ് അല്ലെ, ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. So this is an example for എന്താടാ electrolytic decomposition. Okay, electrolytic decomposition. Okay. When a decomposition reaction is carried out by electricity, it is called electrolytic decomposition
ഓർ ഇലക്ട്രോലിസിസ്. അതിനാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? നമ്മൾ എന്താടാ പറഞ്ഞത്? നമ്മൾ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആയിരുന്നു അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് അതിനകത്ത് തന്നെ നമ്മൾ എത്ര ടൈപ്പ് പഠിച്ചു? കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചു, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്, ആൻഡ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷനും ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷനും പഠിച്ചു, കോമ്പിനേഷൻ റിയാക്ഷനും പഠിച്ചു. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കാനുണ്ട്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കാനുണ്ട്, ആൻഡ് ഓൾസോ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനും പഠിക്കാനുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ പഠിക്കാം. കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ടാണ് നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സെഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഡീകമ്പോസിഷൻ തന്നെ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? തേർമൽ ഡീകമ്പോസിഷൻ ഉണ്ടായിരുന്നു, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ ഉണ്ടായിരുന്നു, പിന്നെയോ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷനും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേടാ. ഓരോന്നിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് നോക്കി വെക്കണേ. ഓക്കെ മക്കളെ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിന്റെ ടൈപ്സ് ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെ ടൈപ്സ് നമ്മൾ പഠിച്ചു? ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു, ആൻഡ് വേറെ ഏതാ പഠിച്ചത്? കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചല്ലേ. കോമ്പിനേഷൻ റിയാക്ഷനും പഠിച്ചു, ഡീകമ്പോസിഷൻ റിയാക്ഷനും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഏതാ പഠിക്കാനുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, നമുക്ക് പഠിക്കാം. സോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റിന്റെ ഒരു എലമെന്റിന്റെ റിയാക്ടിവിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കുന്നത്. റിയാക്ടിവിറ്റി. സോ ഒരു എലമെന്റിന്റെ റിയാക്ടിവിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കുന്നത്. ആൻഡ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് എ മോർ ആക്റ്റീവ് or reactive element displaces a less active or reactive element from its compound. These reactions are generally found to occur in the solution. അപ്പോൾ ഒരു സൊല്യൂഷനിൽ നടക്കുന്ന അവിടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ വേണം അല്ലെ. സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷനിൽ തന്നെയും 2 റിയാക്ടൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് മോറായിട്ട് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവില്ലേ, നന്നായിട്ട് എല്ലായിടത്തും റിയാക്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവില്ലേ, ആ റിയാക്ട് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ആളെ തട്ടിക്കാളും. കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള് ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? അയാളെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആവും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ Zn plus CuSO4 give ZnSO4 plus Cu എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ് ഒക്കെ ഞാൻ ഇതാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അക്വസ് ആയിട്ടുള്ള അക്വസ് സൊല്യൂഷനിലാണ് നടക്കുക എന്ന് പറഞ്ഞു. ആൻഡ് സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനം ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇത് ബാലൻസ്ഡ് ആണോടാ? ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? Zn ഉണ്ട്, ഒരു Zn ഇവിടെയുണ്ട്, ഒരു SO4 ഇവിടെയുണ്ട്, SO4 ഇവിടെയുണ്ട്, കോപ്പർ ഇവിടെയുണ്ട്, കോപ്പർ അവിടെയുണ്ട്. അപ്പം ഈ ഇക്വേഷൻ എന്താണ്? ബാലൻസ്ഡ് ആണ് അല്ലെ. ആൻഡ് ഓൾസോ നമ്മൾ Zn plus CuSO4 give ZnSO4 plus Cu അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റാ നടന്നിട്ടുള്ളത്? എന്താ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതെ, ഇവിടെ ആദ്യം CuSO4 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പ്രോഡക്റ്റ് ആയിട്ട് മാറിയപ്പോഴത്തേക്ക് ആ Cu മാറിയിട്ട് ഇവിടെ Zn ആയി അല്ലെ. Cu എന്നുള്ള ഈ പൊസിഷനിൽ ആര് വന്നു? Zn വന്നു. പിന്നെന്തായി? Cu Zn നിൽക്കുന്ന മാതിരി ഇപ്പൊ എന്ത് ചെയ്യാണ്? ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലെ. റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് Zn ആയിരുന്നു അല്ലെ അങ്ങനെ ചുമ്മാ നിന്നത്. ഇപ്പൊ ആരായി? Cuന്റെ സ്ഥാനത്ത് ആര് വന്ന്? Zn വന്നു. Zn വന്നിട്ട് അപ്പൊ Cu അവിടെ വെറുതെ ഇരിക്കുക. അതാ പറഞ്ഞത് മോർ റിയാക്ട്. എപ്പോഴും നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ആലോചിക്കാൻ പറ്റും. കൂടുതൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും എവിടെ ഇരിക്കും? കൂട്ടുകൂടി അങ്ങ് പോവും അല്ലെ. ഓരോരുത്തരോട് കൂടുതലായിട്ട് എല്ലാ ആൾക്കാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ഒരു ഗ്യാങ്ങിലേക്ക് വന്നിട്ട് ഇവര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നേ. ഈ കോപ്പറും സൾഫേറ്റും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, വലിയ സുഹൃത്തുക്കളായിരുന്നേ.
പക്ഷേ സെഡൻ വന്നപ്പോ സെഡൻ ഭയങ്കര റിയാക്റ്റീവ് ആകും. സെഡൻ നന്നായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ സെഡൻ നന്നായിട്ട് സംസാരിക്കുമ്പോ എന്ത് ചെയ്യും? ഈ കോപ്പർ ഈ ഗ്യാങ് എന്തായി പുറത്തേക്ക് പോയി. അവിടെ ആര് കേറി വന്നടാ? അവിടെ സെഡൻ കേറി വന്നു. അങ്ങനെ സെഡൻ SO4 ഇവര് ഫ്രണ്ട്സ് ആയി. കോപ്പർ ആരായി? കോപ്പർ പുറത്തായി. അതാണ് എന്ത്? ഡിസ്പ്ലേസ് ചെയ്യാണ് സിങ്ക് ആരെ? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാണ് അല്ലെ? സോ Zn plus CuSO4 gives ZnSO4 plus Cu എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ CuSO4 Cu-നെ പുറത്തേക്ക് ആക്കിയിട്ട് അവിടെ ആര് കേറിയിരിക്കുകയാണ്? Zn കേറിയിരിക്കുകയാണ്. അങ്ങനത്തെ റിയാക്ഷൻ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. Fe plus CuSO4 gives FeSO4 plus Cu. Fe plus CuSO4 gives FeSO4 plus Cu. ഇവിടെ ഇത് ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് ആണോ? ഒരു Fe ഉണ്ട്, ഒരു Fe ഉണ്ട്, ഒരു സൾഫേറ്റ് ഉണ്ട്, ഒരു കോപ്പർ ഉണ്ട്. സോ ദിസ് ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ് അല്ലെ? ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ആൻഡ് നമ്മൾ നോക്കുമ്പം അയൺ എന്ന് പറയുന്നത് ഇവിടെ മോർ റിയാക്റ്റീവാ. റിയാക്ടിവിറ്റി കൂടുതലാണ് ഇവർക്ക്. അയണിന് മോർ റിയാക്റ്റീവ് ആണ്. ആൻഡ് കോപ്പർ എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പൊ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള അയൺ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റിന്റെ അകത്തുള്ള കോപ്പറിനെ മാറ്റിയിട്ട് ആര് വരികയാണെടാ? അയൺ ഇവിടെ കയറിയിരിക്കുകയാണ്. സോ അയൺ ആണ് സൾഫേറ്റുമായിട്ട് കൂട്ടുകൂടുന്നത്. സോ വി വിൽ ബി ഗെറ്റിംഗ് FeSO4. പിന്നെ കോപ്പർ എന്താവാണ്? ഫ്രീ ആവാണ് അല്ലെ? കോപ്പർ പുറത്തായി. അപ്പം അയൺ കൂടുതൽ റിയാക്റ്റീവ് ആയതുകൊണ്ട് അയൺ എന്ത് ചെയ്തു? കോപ്പർ സൾഫേറ്റിന്റെ അകത്തുനിന്ന് കോപ്പറിനെ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞല്ലേ? ആൻഡ് നോക്കൂ, Pb plus CuCl2 gives PbCl2 plus Cu. ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? നമ്മൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്ത് നോക്കുമ്പോഴും ഫസ്റ്റ് അത് ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. സോ Pb നോക്കി, Pb ബാലൻസ്ഡ് ആണ്. കോപ്പർ നോക്കി, കോപ്പർ ബാലൻസ്ഡ് ആണ്. Cl2 നോക്കി, Cl2 ബാലൻസ്ഡ് ആണ്. എന്താ സംഭവിക്കുന്നത്? കോപ്പർ ക്ലോറൈഡിന്റെ അകത്തുനിന്ന് ഈ CuCl2ന്റെ അകത്തുനിന്ന് Pb പോയിട്ട് എന്ത് ചെയ്യാണ്? കോപ്പറിന് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടാണ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? PbCl2യും കോപ്പറും കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, എല്ലാ റിയാക്ഷനിലും ആരാണ് പുറത്തേക്ക് പോകുന്നത്? കോപ്പർ പുറത്തേക്ക് പോവുക അല്ലെ? കോപ്പറിന് വലിയ റോൾ ഇല്ല. എപ്പോഴും കോപ്പർ മാത്രം പുറത്തേക്ക് പോവുക. സിങ്ക് വന്നപ്പോഴും അയൺ വന്നപ്പോഴും ലെഡ് വന്നപ്പോഴും ഒക്കെ എന്താണ് കോപ്പറിനെ പുറത്തേക്ക് ചാടിക്കുക. അപ്പം കോപ്പറിന് എന്താണ് ഇതിനകത്ത് റോൾ ഇല്ലാത്തത് ഈ റിയാക്ഷനില്? കോപ്പറിന് എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. റിയാക്ടിവിറ്റി കുറവാണ് അല്ലെ? ലെസ് റിയാക്റ്റീവ് ആണ്. കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. പക്ഷേ എപ്പോഴും കോപ്പറിന് തന്നെയാണോ റിയാക്ടിവിറ്റി കുറവ് എന്ന് നമുക്ക് അറിയാൻ പറ്റൂ? ഇപ്പൊ Zn ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, Zn റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് കോപ്പറിന് എന്ത് ചെയ്യാണ്? മാറ്റിയിട്ട് അവിടെ കയറി ഇരിക്കുകയെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? പക്ഷെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമോ? കോപ്പർ ഇവിടെ ഇരിക്കുന്ന കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്, അപ്പൊ ഇവിടെ വന്ന് Pb ഇരിക്കുകയാണ്. അപ്പം എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ഇത് നോക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ റിയാക്ടിവിറ്റി നമുക്ക് മനസ്സിലാവുന്നത്? അവിടെ എന്താണെന്ന് അറിയോടാ? അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു വെച്ചാല് നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ഒരു സാധനം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ മേലെയുണ്ട്. താഴേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും? റിയാക്ടിവിറ്റി കുറവായിരിക്കും. കണ്ടോ, ഈ സീരീസിന്റെ താഴെയല്ലേ നിങ്ങൾ കോപ്പർ കാണുന്നത്? ഓക്കെ, സോ ആ ഒരു സീരീസ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കേണ്ടത്. ഏറ്റവും മേലെയുള്ള ആൾക്കാർക്ക് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും അല്ലെ? സോ അവര് റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു Zn plus CuSO4 ആണെങ്കിൽ അത് റിയാക്ട് ചെയ്യുമ്പോൾ ZnSO4 plus Cu ആവുക ചെയ്യുന്നത്, Cu പുറത്തേക്ക് പോവുക ചെയ്യുന്നത്. Fe plus CuSO4 റിയാക്ട് ചെയ്തിട്ട് FeSO4 plus Cu കിട്ടുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? Cu പുറത്തേക്ക് പോയിട്ട് അവിടെ Fe കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ Pb plus CuCl2 ആകുമ്പം Cu പുറത്തേക്ക് വന്നിട്ട് അവിടെ Pb കയറി വന്നിട്ട് PbCl2 plus Cu ആണ് കിട്ടുന്നത്. ഇവിടെ എല്ലാം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള
കോപ്പറിനെ മാറ്റിയിട്ട് റിയാക്ടിവിറ്റി കൂടുതലുള്ള എലമെന്റ്സ് കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെയാ റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ്സ് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇവിടെ ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി സീരീസിന്റെ ഒരു ഓൾറെഡി നമുക്ക് ഇത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഏതിനെ ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയാൻ പറ്റുക. ഓക്കെ, സോ ഇതിങ്ങനെ നമ്മൾ ഇതേ ഓർഡറിൽ പഠിക്കണം. ഓർഡർ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സീരീസ് അല്ലേടാ. ഇപ്പം നിങ്ങൾ ഇവിടെ കാൽഷ്യത്തിന് പകരം മഗ്നീഷ്യം മേലെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മഗ്നീഷ്യം ആണ് കാൽഷ്യത്തിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് എന്നാ. സോ എന്ത് ചെയ്യാൻ പാടില്ല? ഓർഡർ തെറ്റാൻ പാടില്ല. കറക്റ്റ് ഇതേ ഓർഡറിൽ തന്നെ എന്ത് വേണം? പഠിക്കാം. നമുക്കിത് എന്തൊക്കെയാണുള്ളത്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇത്രയും ആൾക്കാരെ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം റിയാക്ടിവിറ്റി സീരീസ്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വൺ, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. കണ്ടോടാ, അത് കോപ്പർ ഇവിടെ താഴെയല്ലേ ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സിങ്ക് സൾഫേറ്റ് എന്നാണ്, സിങ്ക് ആണല്ലേ കയറിയിരുന്നത്. പിന്നെ ആരായിരുന്നു? മഗ്നീഷ്യം, കാൽഷ്യം. വേറെ ആൾക്കാരായിരുന്നു കയറിയിരുന്നത്? ലെഡ് അല്ലേ. പിന്നെ അയേണും കോപ്പറിനേക്കാൾ എന്താണ്? റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്തു? അവര് ഡിസ്പ്ലേസ് ചെയ്തല്ലേ, ഡിസ്പ്ലേസ് ചെയ്തു. ഞാനിത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു എളുപ്പം പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ്സില് ഒരു കുട്ടിയുണ്ട്. നിങ്ങളുടെ ക്ലാസ്സില്, നിങ്ങളുടെ ബാച്ചില് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീന്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? കുട്ടീന്റെ പേരാണെടാ, ഞാൻ എഴുതുന്നതാണ് കുട്ടീന്റെ പേര്. എന്താ കുട്ടീന്റെ പേര്? കുട്ടീന്റെ പേരെന്താ? കുട്ടീന്റെ പേരെന്താ? കനക. എന്താ പേര്? കനക എന്നാ കുട്ടീന്റെ പേര്. ഓക്കെ, കനക എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് നിങ്ങളുടെ ബാച്ചില്. കനക എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണേ. കനകേന്റെ നിങ്ങൾക്ക് അറിയുന്ന കനകയല്ല, നമുക്കറിയുന്ന കനകയാണ്. കനകേന്റെ സ്പെല്ലിംഗ് എന്താ? KNACA. ഈ NAയും CAയും എന്താ? N ക്യാപിറ്റല്, A സ്മോള്, C ക്യാപിറ്റല്, A സ്മോള്. അപ്പൊ നിങ്ങളുടെ ബാച്ചിലെ കുട്ടിയാണെന്ത്? കനക. ആ കുട്ടിയുടെ മാസ് എത്ര ഉണ്ടെന്ന് ഞാൻ ചോദിക്കുമ്പം ആ കുട്ടീന്റെ എന്താ നിങ്ങൾ ചോദിക്കുമ്പം ഞാൻ ചോദിക്കാം നിങ്ങളോട്, ആ കുട്ടിക്ക് എത്രയാ മാസ് എന്ന്? ആ കുട്ടിക്ക് എത്രയാണ് മാസ് എന്ന്? കനക എന്ന് പറയുന്ന ഒരു കുട്ടി നിങ്ങളുടെ ബാച്ചിലുണ്ട്. ആ കുട്ടീന്റെ മാസ് എത്രയാന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ കനകയുടെ മാസ് എത്രയാന്ന് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു തരണം? എനിക്ക് എന്ത് പറഞ്ഞു തരണം? കനകേന്റെ മാസ് എത്രയാന്ന് എനിക്ക് പറഞ്ഞു തരണം. കനകയുടെ മാസ് എത്രയാണെന്നറിയോ? നിങ്ങൾ എനിക്ക് എത്രയാണെന്നറിയോ പറഞ്ഞു തരേണ്ടത്? കനകയുടെ മാസ് എത്രയാന്ന് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്നോട് പറയണം. കനകയുടെ മാസ് എന്ന് പറയുന്നത് കനകയുടെ മാസാ ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എത്രയാ കനകയുടെ മാസ്? ഫെപ്കയാ. എത്രയാ? ഫെപ്ക. കനകയുടെ മാസ് എത്രയാ? ഫെപ്ക. അപ്പൊ നിങ്ങൾ ഇത് ഏത് ഉറക്കത്ത് ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരണം. ഞാൻ നിങ്ങളോട് ചോദിക്കും കനകയുടെ മാസ് എത്രയാന്ന് കേട്ടോ. കനകയുടെ മാസ് ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് പറഞ്ഞു തരണടാ? കനകയുടെ മാസ് ഫെപ്ക. കനകയുടെ മാസ് എത്രയാ? ഫെപ്ക. കനകയുടെ മാസ് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ പറയണം കനകയുടെ മാസ് ഫെപ്കയാണെന്ന് നിങ്ങൾ പറയണം. കനകയുടെ മാസ് എത്രയാ? ഫെപ്ക. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കനക എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് നിങ്ങളുടെ ബാച്ചില്. ആ കുട്ടിയുടെ മാസ് ഞാൻ ചോദിക്കുകയാണ്. കനകയുടെ മാസ് എത്രയാ? നിങ്ങൾ എത്ര പറയും? ഫെപ്ക എന്ന് പറയണം. എത്ര പറയും? ഫെപ്ക എന്ന് പറയണം. സോ കനകയുടെ മാസ് എത്രയാ? ഫെപ്ക. കനക. K stands for പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം. കനക പൊട്ടാസ്യം. കനക. സോഡിയം Na സോഡിയം. കനക. പിന്നെ ഏതാ? Ca. കനകയുടെ മാസ് എത്രയാടാ? ഫെപ്കയാ അല്ലെ?
കനകയുടെ മാസ് എം എന്താ? മഗ്നീഷ്യം അല്ലെ? എം മഗ്നീഷ്യം. മഗ്നീഷ്യം. കനകയുടെ മാസ് എ എന്താടാ? അലുമിനിയം. കനക മാസ് എം മഗ്നീഷ്യം, എ അലുമിനിയം അല്ലെ? അലുമിനിയം. മാസ് സെറ്റ് എന്താ? സിങ്ക് അല്ലേ? കനകയുടെ മാസ് എത്രയാ? സിങ്ക് അല്ലെ? ഫെബ്ക ആണല്ലേ കനകയുടെ മാസ്. അയേൺ, ഫെബ്ക അയേൺ അല്ലേ? അയേൺ. പിന്നെ ലെഡ് അല്ലേ? PB. കോപ്പർ CU, ഫെബ്ക AG, AU. എപ്പോഴും നിങ്ങൾ ഫെബ്കായ്ക്ക് 2 A ഇല്ലേടാ? ഫെബ്കായ്ക്ക് 2 A ഇല്ലേടാ? ഇതില് ആദ്യം വരുന്ന G ആ, എന്നിട്ടേ U വരുള്ളൂ കേട്ടോ. ആദ്യം G വന്നിട്ടേ എന്ത് വരുള്ളൂ? U വരുള്ളൂ കേട്ടോ. സിൽവർ കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ? ഗോൾഡ് വരുള്ളൂ. AG കഴിഞ്ഞിട്ടേ AU വരുള്ളൂ. ഓക്കെ. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുക, കനകയുടെ മാസ് എത്രയാ? ഫെബ്ക അല്ലെ? നിങ്ങൾ ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതണേ. കനകയിൽ K തുടങ്ങുന്ന പൊട്ടാസ്യം ആണ്, കാൽഷ്യം അല്ല. പൊട്ടാസ്യത്തിലാ തുടങ്ങുന്നത്. കനകയുടെ മാസ് K പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. സോ അതന്നെയല്ലേ ഓർഡർടാ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. സോ നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയണം. ഞാൻ കനകയുടെ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് കനകയുടെ മാസ് പറഞ്ഞു തരണം. ദാറ്റ് ഈസ് ഫെബ്ക. ഫെബ്ക. നിങ്ങൾ അത് എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഈ ഫെബ്ക ഓർക്കണം. കനകയുടെ മാസ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓർത്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് ഇത് ത്രൂ ഔട്ട് വേണ്ടതാണ്. +1 +2 ആയി കഴിഞ്ഞാലും ഈ റിയാക്ടിവിറ്റി സീരീസ് ഇല്ലാതെ ഒരു കളി നടക്കൂല. സോ കനകയുടെ മാസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കനകയുടെ മാസ് എത്രയാ? ഫെബ്ക കേട്ടോ. കനകയുടെ മാസ് ഫെബ്കയാണ്. നിങ്ങളത് മറക്കാനേ പാടില്ല. എപ്പോ ചോദിച്ചാലും നിങ്ങൾ കനകയുടെ മാസ് പറഞ്ഞു തരണം. ദാറ്റ് ഈസ് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. അപ്പം കനകയുടെ മാസ് ഫെബ്കയാണ് അല്ലെ? ഫെബ്കയാണ് കനകയുടെ മാസ്. ഇത് ക്ലിയർ ആണോ? ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചാലേ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് മാസ് ഫെബ്ക, മാസ് സെഡിനാണ് എന്ത്? സെഡിനാണ് എന്ത്? റിയാക്ടിവിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് സെഡിൻ എന്ത് ചെയ്യുന്നത്? കോപ്പറിന്. ഈ എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്? എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിളാ. Zn plus CuSO4 gives ZnSO4 plus Cu. കനകയുടെ മാസ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് ഫെബ്ക കേട്ടോ. ഓക്കെ. ഇതൊരു എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുകയാണ്. നമുക്കൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ പാത്രമൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ബിക്കർ. സോ നമുക്കൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. കോപ്പർ സൾഫേറ്റിന് എന്ത് കളറാണ്? ബ്ലൂ കളർ അല്ലേ? നീല കളറിലല്ലേ കോപ്പർ സൾഫേറ്റ് കണ്ടിട്ടുണ്ടോ? കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിന്റെ സൊല്യൂഷൻ എന്ത് കളറായിരിക്കടാ? നീല കളറായിരിക്കേ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു അയൺ നെയിൽ ഇടാണ്. അയൺ നെയിൽ ഇടാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ. കുറച്ചു നേരം കഴിയുമ്പം എന്താ ശരിക്കും സംഭവിക്കുക? Fe+CuSO4 എന്താന്ന് നിങ്ങൾക്ക് അറിയാം? Fe+CuSO4 കോപ്പറിന് എന്താണ്? റിയാക്ടിവിറ്റി കുറവാ. അപ്പൊ അയൺ കയറിയിട്ട് അവിടെ ഇരിക്കും അല്ലെ? Cu ഫ്രീ ആയിട്ട് മാറുകയും ചെയ്യും. സോ FeSO4 ഉണ്ടാവും. അപ്പൊ ഈ സൊല്യൂഷൻ എന്തായിട്ടാ മാറിയേ? ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറിയടാ? FeSO4 ആയിട്ട് മാറി അല്ലേ? സൊല്യൂഷൻ FeSO4 ആയിട്ട് മാറി. FeSO4 ആയിട്ട് മാറി. ആൻഡ് നിങ്ങൾ ഈ കോപ്പർ ഈ അയൺ നെയിലിന്റെ കളർ മാറിയത് കണ്ടോടാ? കോപ്പർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഈ അയൺ നെയിലിന്റെ ഇവിടെ ഈ പോർഷനിൽ വന്നിട്ട് കോപ്പർ ഉണ്ടാവുന്നില്ലേ? കോപ്പർ എവിടെയെങ്കിലും പോകണ്ടേ? ഈ സൊല്യൂഷൻ എന്തായാലും FeSO4 ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ മാറിയിട്ട് ഫെറസിന്റെ കളർ കണ്ടോ? അയണിന്റെ കളർ കണ്ടോടാ? ഗ്രീൻ കളറായിട്ട് മാറിയില്ലേ? സൊല്യൂഷൻ ഗ്രീൻ ആയില്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേ? ഗ്രീൻ കളറായിട്ട് മാറി. ആൻഡ് പ്ലസ് കോപ്പർ ഉണ്ടാവുന്നുണ്ട്. ഈ കോപ്പറിന് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല അല്ലെ? കോപ്പർ പോയിട്ട് ഇവിടെ വന്നിട്ട് പിടിച്ചിരിക്കും. സോ അതാണ് ഈ റിയാക്ഷൻ. Fe+CuSO4 gives CuSO4 plus Cu plus FeSO4. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ?
എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് BCU ആയിട്ട് അല്ലെ, കോപ്പർ സൾഫേറ്റുമായിട്ട്. അപ്പം അയേൺ ആണെങ്കില് പ്ലസ് കോപ്പറിനെ B വെച്ചിട്ടും കോപ്പർ സൾഫേറ്റും ആയിട്ട് റിയാക്ട് ചെയ്തപ്പോ എന്തായി? AC ആയല്ലേ, AC ആയിട്ട് മാറി. ദാറ്റ് ഈസ് FeSO4ഉം പ്ലസ് B എന്ന് പറയുന്നത് കോപ്പർ ആണ് അല്ലെ, കോപ്പറുമായിട്ട് മാറുക ചെയ്തത്. അത് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, ഒരാളുടെ സ്ഥലത്ത് വേറൊരാൾ കയറിയിരുന്നു അല്ലെ, പ്ലേസ്മെന്റ് സംഭവിച്ചല്ലേ. ദാറ്റ് ഈസ് Fe plus CuSO4 gives FeSO4 plus Cu. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് FeSO4 ആണ്, നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻ ആ, ഇത് FeSO4 ആണ് മാറിയിട്ട്, സോറി ഇത് CuSO4 അല്ലേ, എന്താടോ കോപ്പർ സൾഫേറ്റ് അല്ലേ നീല കളറില് മാറിയിട്ട് അയൺ നെയിൽ ഇവിടെ ഇടുമ്പം എന്തായിട്ടാ മാറുക? പച്ച കളറായല്ലേ, നീല കളർ മാറി പച്ച കളറായിട്ട് മാറി. കാരണം എന്താ? ഇത് FeSO4ന്റെ സൊല്യൂഷൻ ആയിട്ട് മാറി, കോപ്പർ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ക്ലിയർ ആയോടാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ക്ലിയർ ആയോ?